കരിസ്മാറ്റിക് നവീകരണ മേഖലയുടെ ഒരു ചരിത്രം പിൽക്കാലത്ത് എഴുതപ്പെടുമ്പോൾ അന്ന് തങ്കലിപികളിൽ എഴുതി ചേർക്കപ്പെടേണ്ട ഒരു പേരാണ്, ഒരു വ്യക്തിത്വമാണ് ഇടുക്കി തങ്കച്ചായൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ BV അഗസ്റ്റിൻ. ഇടുക്കി തങ്കച്ചായൻ ഇന്ന് ഷെക്കേന ടെലിവിഷൻ്റെ തീ പിടിച്ചവർ എന്ന ശുശ്രൂഷയുടെ 2021 ആണ്ടിലെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മളോട് സംസാരിക്കുവാനായി, തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനായി കടന്നു വന്നിരിക്കുന്നു. സ്നേഹത്തോടെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. തങ്കച്ചായ, ഷെക്കേന ടെലിവിഷൻ്റെ തീ പിടിച്ചവരിലേക്ക് സ്വാഗതം. ഞാനിന്ന് രാവിലെ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ട് വരുന്നത് തങ്കച്ചായനാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ബ്രദറെ അടുത്തിരിക്കുമ്പോൾ സൂക്ഷിച്ചോണം, നിങ്ങൾ ആ തീ വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞു. അത്രമേൽ വലിയ, ഇത്രമാത്രം തീ പിടിച്ച ഒരു അനുഭവം തങ്കച്ചായന് ഉണ്ടാകാനുള്ള അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാനായിട്ട് താല്പര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ തുടക്കം എന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല എന്താണെന്ന് പറഞ്ഞു. ഒന്നാമത് എൻ്റെ വളരെ ചെറുപ്പകാലം മുതൽ എന്നിൽ ഇങ്ങനെ ഈ തീ പതുക്കെ വീണ് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അതിനൊരു കാരണം, ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാളാകാൻ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ വ്യക്തി ജീവിതത്തിലെ ഞാൻ പോളിടെക്നിക്ക് പഠിക്കുന്ന കാലത്ത് പ്രത്യേകിച്ച് അന്നുണ്ടായ ഒരു വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, ഈ വളരെ ദാരിദ്ര്യമുള്ളൊരു വീട്ടിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ അന്ന് ഓഫീസും കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 9 തറയുള്ളൊരു കമ്പനിയിലെ പാവോടണം. പാവോടുക എന്ന് പറഞ്ഞാൽ 150 വാര അകലത്തിൽ 50 വാര 50 ഇങ്ങനെ ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് അവിടെ വരുമ്പോൾ 150 വാരയാകും. അങ്ങനെ 198 ഇഴയൊക്കെ ഓടിക്കഴിയുമ്പോഴാണ് ഒരു പാവെന്ന് പറയുന്ന സാധനമാണ്. അത് കൂട്ടിക്കെട്ടി വലിച്ച് 5-6 പേരൊക്കെ കൂട്ടി കമ്പനി കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ 75 പൈസ കൂലി കിട്ടും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുമ്പോൾ അത് ആ ഒരു കാലയളവിലാണ് എനിക്ക് വ്യക്തിപരമായ ദൈവാനുഭവം ഉണ്ടാകുന്നത്. അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട്, കൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ ചായ മുക്കാനായിട്ട് കമ്പനിയിലെ വരുന്ന ആളിനെ സഹായിക്കുന്നത് ഞാനാണ്, പിന്നെ ആ കമ്പനിയിൽ കണക്കെഴുതുന്നത് ഞാനാണ്. ഇതിന് ശേഷമാണ് പഠിക്കാനിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു സംഭവം ഉണ്ടായത്, ഒരു 1.5 ലക്ഷത്തോളം തേങ്ങ കിട്ടുന്നൊരു വലിയ മുതലാളി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തൊണ്ട് വാങ്ങിച്ച് തല്ലിപ്പിരിച്ചാണ് ഞങ്ങളുടെ അവിടെയുള്ള ആൾക്കാരെ കഴിയുന്നത്. അപ്പോൾ അതിന് 100 തേങ്ങയുടെ തൊണ്ടിന് അന്ന് 3 രൂപയായിരുന്നു ചാർജ്. ഇദ്ദേഹം ഒറ്റയടിക്ക് 3.5 ഉയർത്തി എന്ന് പറഞ്ഞാൽ 16% പ്രൈസാക്കി. അപ്പോൾ സ്ത്രീകളൊക്കെ ചെന്ന് അയാളുടെ ഗേറ്റിനടുത്ത് ചെന്ന് മുതലാളി കൂട്ടരുത്, ഇത്രയും കൂട്ടിയാൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് അവരുടനെ തന്നെ അവിടുന്ന് ഇയാൾ പറഞ്ഞ തീരുമാനം എടുത്തു, ഈ മാസം ഇവർക്ക് ഒരു തൊണ്ട് പോലും കൊടുക്കണ്ട, നമുക്ക് തെങ്ങിന് തടവെടുത്തിട്ട് അതിൻ്റെ ചുറ്റും കടങ്ങ് പോലെ കുഴിച്ച് ഇതിട്ട് മൂടുക എല്ലാ തെങ്ങിനും, ഇപ്പോൾ വളം നിൽക്കാൻ നല്ലതാണ്. ആ തീരുമാനമെടുത്തത് എന്നെ വളരെ വിഷമിപ്പിച്ചു. കാരണം ഞാനൊന്നും ഞങ്ങളുടെ അയൽവീടുകളിലൊക്കെ ഉള്ള ആൾക്കാരോട് ബന്ധമുണ്ട്, ഞാനും കയറി പിരിക്കുമായിരുന്നു അവരുടെ കൂടെ പോയിരുന്നത്. എനിക്ക് ഒത്തിരി അസ്വസ്ഥത ഉണ്ടാക്കി. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം പള്ളിയിൽ വന്നപ്പോഴേ അദ്ദേഹം ചൊല്ലുകയാണ്, കുർബാന തീരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് ഈ മുതലാളിക്ക്. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുമ്പോഴും ഈ രക്തം പാനം ചെയ്യുമ്പോഴുമെല്ലാം അങ്ങയുടെ കുരിശുമരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കുരിശുമരണവും ഉയർപ്പും മുഖേന ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന വാസിച്ചിരിക്കുമ്പോൾ എനിക്ക് തോന്നി എണീറ്റ് വന്ന് ഒരു ഇടി വെച്ച് കൊടുക്കണമെന്ന് തോന്നി മുഖത്തിട്ട്. പക്ഷേ ഞാനത് ചെയ്തില്ല. കാരണം പെട്ടെന്ന് തന്നെ ഞാനത് തിരിച്ചറിഞ്ഞ് വേറെയാണ്. ഞാൻ ഉടനെ അത് എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇത്ര ഭംഗിയായിട്ട് പ്രാർത്ഥിക്കുന്നു, 10-60 കുടുംബത്തെ പട്ടിണിക്കിടുന്നൊരു തീരുമാനമെടുത്തതിന് ശേഷം എന്തുകൊണ്ട് ഇദ്ദേഹം ഇത് പ്രാർത്ഥിക്കുന്നു, അതെന്നെ വല്ലാതെ അസ്വസ്ഥമാക്കി ആ ചിന്ത. പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് ആലോചിക്കാൻ തുടങ്ങി, എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന തന്നെ അനലൈസ് ചെയ്ത് വളരെ വിഷമിക്കുന്നൊരു കാലഘട്ടമാണ്. ഞാൻ ഈ ആരാധന വായിക്കുന്ന ഒരാളാണ് ഇടവകയിൽ. അപ്പോൾ ഞാനിങ്ങനെ വളരെ അഭിനയിച്ച് കണ്ണുനീരൊക്കെ വരുത്തി വായിക്കുന്ന പാർട്ടിയാണ്. ഭക്താത്മാവേ നീ മൗനമായി നമ്മുടെ ദിവ്യരക്ഷകൻ്റെ സന്നിധി നിൽക്കുന്നത് പോലെ വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവസാനം കർത്താവിൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി എന്നൊക്കെ പറഞ്ഞ് കരയുന്ന പാർട്ടിയാണ്. പക്ഷേ ഞാൻ ആൾക്കാരെ പോയി ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ഇയാളും അതല്ലേ കാണിച്ചത് ഈ മനുഷ്യനും. അതെന്താണ് ഭക്തിയും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അക്കാലത്ത് ആഴമായിട്ട് ചിന്തിക്കാനിടയാക്കി. ഇതിനെന്നെ സഹായിച്ചത് ഫ്രാൻസിസ്കൻ ആദർശം എന്നൊരു പുസ്തകം വായിക്കുക മാത്രമല്ല, അത് ഞാൻ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൽ നിന്നാണ് അസീസി ഒരു ആദർശമുള്ള ഒരു മനുഷ്യൻ, അതും ക്രിസ്തുവിനെ ആദർശപുരുഷനായിട്ട് എടുത്ത ആൾ. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ക്രിസ്തു പ്രതിഫലിക്കാൻ തുടങ്ങിയ ആൾക്കാർക്ക് പ്രപഞ്ചത്തോടുള്ള ബന്ധം. അപ്പോൾ ഇതെല്ലാം കൂടെ എന്നെ ഒന്ന് കൺഫ്യൂഷനായി. എനിക്കന്നൊന്നും വലിയ കാര്യങ്ങൾ അറിയത്തില്ലല്ലോ. പക്ഷേ ആ സമയത്താണ് വേറൊരു സംഭവം ഉണ്ടാകുന്നത്. അടിയന്തരാവസ്ഥ കാലമാണ് ഞാൻ അവിടെ പഠിക്കുമ്പോൾ.
അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറയും, നീ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും നീ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലതാണ്, പക്ഷേ എല്ലാം അറിയണം നീ, അതുകൊണ്ട് നീ ഇത് അറിയണമെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ലെനിൻ, സ്റ്റാലിൻ, മാക്സിം ഗോർക്കിയുടെ അമ്മ, ക്യാപിറ്റല്, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള പുസ്തകങ്ങൾ കൊണ്ട് തരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കുന്ന പോലെ തന്നെ ഇതും വായിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ, ഈ മനുഷ്യൻ ഇങ്ങനൊരു തീരുമാനം എടുക്കാനായിട്ട് ഉതകിയതിൻ്റെ കാരണം പണക്കാരനാണ് അയാൾ. അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള ഒരാളുടെ കല്യാണം, 60,000 രൂപ സ്ത്രീധനം കൊടുക്കുന്നു. പള്ളിക്ക് പ്രകാരം 10% കൊടുക്കണമല്ലോ. അപ്പോൾ ഞാനത് പതുക്കെ ഇങ്ങനെ പോയി കണക്കിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ അയാൾ എത്ര രൂപ തന്നിട്ടുണ്ടോ, എഴുതിയിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അയാളോട് പറഞ്ഞ് 600 രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 60,000 രൂപ കൊടുക്കുന്നതിന് 1% പോലും കൊടുത്തിട്ടില്ല. അതേസമയം വിൻസെൻ്റ് പോൾ ഒരു ദത്ത് കുടുംബത്തിലെ ഒരു 3,000 രൂപയുടെ ഒരു സ്ത്രീധനമുള്ളൊരു കല്യാണം, അതിന് 300 രൂപ പിടിച്ചു വാങ്ങിച്ചു പള്ളിയിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഈ സാമ്പത്തിക സമത്വം, പള്ളി എപ്പോഴും പണക്കാരൻ്റെ പക്ഷത്താണ്, ഇതെന്നെ വല്ലാതെ ഉള്ളിലാസ്. നമ്മൾ വായിച്ച പുസ്തകങ്ങളൊക്കെ തമ്മിൽ ഒരു സംഘർഷം. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പുറത്ത് ഫ്രാൻസിസ് അസീസിൻ്റെ ജീവിതം മറ്റൊരു രീതി എന്നെ സ്വാധീനിക്കുന്നു. കാരണം പട്ടുവ്യാപാരിയുടെ മകനായിരുന്നിട്ട് ഇതൊക്കെ പുഷ്പം പോലെ എറിഞ്ഞു കൊടുത്തിട്ട് അപ്പൻ്റെ മുമ്പിൽ തുണി പോലും ഉരിഞ്ഞ് കൈ കൊടുത്തിട്ട് തെരുവിലേക്ക് ഇറങ്ങിയ ഫ്രാൻസിസ് അസീസി. ഒടുവിൽ ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ്, കൺഫ്യൂഷൻ. ആ സംഘർഷത്തിൽ ഞാൻ ഇരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായ മഴ. അപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് ഈ ഒരു പെര പണിയാനായിട്ട് പണ്ട് മുള കൊണ്ടുള്ള ചെറിയൊരു കൂട്ട്, അതായത് ഒരു 10 അടി വീതിയും ഒരു 20 അടി നീളമുള്ള 2 മുറിയുള്ള വീട്, അതിനകത്ത് അടുക്കള ഉൾപ്പെടെ ഇത്രയും വലിപ്പം. അത് മുള ദ്രവിച്ചിട്ട് മുന്നോട്ട് വീഴാൻ പോയപ്പോൾ ഞാൻ കൈതക്കാല് എന്ന് പറയാൻ മനസ്സിലായി, താഴെന്നൊക്കെ പറയും പായ ഉണ്ടാക്കുന്നത്, അതിൻ്റെ കൈതക്കാല് വെട്ടി കൊണ്ടുവന്ന് ഇതിന് മുട്ട് കൊടുത്ത് ഇങ്ങനെ നിർത്തിയിരിക്കാൻ വീഴാതിരിക്കാൻ. അപ്പോഴാണ് മഴ പെയ്തപ്പോൾ എൻ്റെ അമ്മയും 3 സഹോദരങ്ങളും കൂടെ മഴ പെയ്യാത്തിടത്തിരുന്നു. എനിക്കിരിക്കാൻ സ്ഥലമില്ല. വീട്ടിലെ ഏക ഫർണിച്ചർ എന്ന് പറഞ്ഞൊരു തേയിലപ്പെട്ടിയാണ്. ഞാൻ ആ തേയിലപ്പെട്ടിടത്തിൻ്റെ നോട്ടെല്ലാം കൂടെ എടുത്തിട്ട് മുറം കൊണ്ട് മുഴുവൻ വെച്ച് എനിക്ക് ഇരിക്കാൻ നോക്കിയിട്ട് സ്ഥലമില്ല. ഞാൻ പായെടുത്ത് കുമ്പിൾ കുത്തി അതിനകത്തിരിക്കുക. അവിടെ ഇരുന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, കർത്താവേ, ടാറ്റായുടെയും ബിർളയുടെയും മക്കളും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഒന്നും, നീ പിതാവല്ലേ, നിൻ്റെ മക്കളല്ലേ ഞങ്ങൾ, എന്താ ഞങ്ങളുടെ വ്യത്യാസം ഞങ്ങൾ തമ്മിലുള്ള? അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ആ മഴയത്ത് നല്ല തണുപ്പുണ്ട് പുറത്ത്, ഞാൻ നിന്ന് വിയർക്കാനകത്തിരുന്ന് വിയർത്ത് കുളിച്ചിങ്ങനെ വരുമ്പോൾ സമയത്ത് എൻ്റെ ഉള്ളിൽ കിട്ടിയ ദർശനമാണോ ഇൻസ്പിറേഷനാണോ എന്താണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഇതാണ്, ലാസർ അബ്രഹാമിൻ്റെ മടിത്തട്ടിലിരിക്കുന്നു. ധനവാൻ ഇവിടെ നിന്ന് വിളിച്ച് പറയാണ്, എൻ്റെ പിതാവായ അബ്രഹാമെ, ഒരു തുള്ളി വെള്ളം ഇവൻ്റെ വിരൽ കൊണ്ട് തൊട്ട് തന്നെ. അപ്പം പറഞ്ഞു, അവിടെ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, എങ്കിൽ എൻ്റെ സഹോദരന്മാരെങ്കിലും രക്ഷപ്പെടട്ടെ, അവനെയെന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവിടെ മോശയും പ്രവാചകന്മാരൊക്കെ ഉണ്ട്, അവരെ കേട്ടാൽ മതി, അവരെ കേൾക്കാത്തവൻ ഇനി ഇവിടുന്ന് ഒരുത്തം ചെന്നാലും കേൾക്കത്തില്ല എന്നൊക്കെ പറയുന്നത് എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോഴേ പെട്ടെന്ന് എന്തോ കണ്ടെത്തിയ ഒരു സന്തോഷം, എനിക്ക് ഉള്ളിലൊരു ആനന്ദം. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്, ദൈവദർശനം നമുക്ക് ആനന്ദമുള്ളവരാക്കും. പെട്ടെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറി. ദിസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണെന്ന് മനസ്സിലായി. ഭൂമിയിൽ എന്തുമാത്രം ഉണ്ടാക്കി വെച്ചാലും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, പക്ഷേ അത് എന്നെ സ്വർഗത്തിൽ ശൂന്യനാക്കും. ഇതെന്നെ സ്വാധീനിച്ചു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള സകലവിധ ആറ്റിറ്റ്യൂഡും മാറി, ഒരു സഹതാപമായ ആ മനുഷ്യനോട്, അയാൾ ഇതാണ് മുതലാളിയോട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ അത് മാറ്റം വരുത്തി. ഞാൻ നേരെ കോളേജിൽ ചെല്ലുകയാണ്. സാധാരണ രാവിലെ എല്ലാ ദിവസം പള്ളിയിൽ പോയി വരുമ്പോഴേ അമ്മച്ചി 15 പൈസ ഒരു അപ്പം വാങ്ങിച്ച് വെച്ചേക്കും. അതെടുത്ത് തെറുത്തി ഇങ്ങനെ എടുത്തിട്ട് വയലിട്ട് വെച്ച് ഒറ്റടിയും ഒരു ഗ്ലാസ് കടുങ്കാപ്പിയും കുടിച്ചിട്ടാണ് നമ്മൾ കോളേജിൽ പോകുന്നത്. ചില ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കാണത്തില്ല, മിക്കവാറും ഭക്ഷണം കാണത്തില്ല ഉച്ചയ്ക്കത്തെ. അപ്പം ഞാൻ എന്ത് ചെയ്യും, 5 പൈസക്ക് നിലക്കടല കപ്പലണ്ടി വാങ്ങിച്ചിട്ട് അന്ന് പുന്നപ്പുറ ചന്തയിൽ ഒരേ ഒരു ഹോട്ടലേ ഉള്ളൂ. അതിനകത്ത് ടാപ്പും വയറിങ്ങൊന്നുമില്ല, വെള്ളത്തിൻ്റെ കണക്ഷനൊന്നുമില്ല. രാവിലെ വാതിക്കലൊരു പഞ്ചായത്ത് ടാപ്പുണ്ട്. ആ പഞ്ചായത്ത് ടാപ്പിലാണ് ചെല്ലുന്ന പിള്ളേരെല്ലാം പോയി കൈ കഴുകിയിട്ട് പോയി സ്റ്റുഡൻറ്റ് സൂണുണ്ട് 80 പൈസയ്ക്ക് അവരുണ്ട് വരും. അപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടാവും. എനിക്ക് പൈസ ഇല്ലല്ലോ, എനിക്ക് 5 പൈസയല്ലേ ഉണ്ട്. ഞാൻ കപ്പലണ്ടിയും കഴിച്ചു ആ പൈപ്പിൽ ചെന്ന് വെള്ളം കുടിക്കും. എന്നിട്ട് പറയും, കർത്താവേ, നീ എന്നെ സൃഷ്ടിച്ചവനായതുകൊണ്ട് അവരൊക്കെ തിന്ന് ഇറച്ചിയും ചോറും പോലെ ഇവനെ അങ്ങ് മിന്നിച്ചാക്കണം കേട്ടേ, അതാ ഈ കപ്പലണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവരോട് നടന്നു വരും. അവർക്ക് അറിയത്തില്ല ഞാൻ ഉണ്ണുന്നില്ലെന്നുള്ളത്. ഞാൻ പറയുന്നത്, അന്ന് മുതൽ ദാരിദ്ര്യം എനിക്ക് ഒരിക്കലും ഇതുവരെ എൻ്റെ അനുഭവത്തിൽ ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് ആ സംഭവം എൻ്റെ ഹൃദയത്തിൽ എഴുതിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിക്കും അന്ന് കർത്താവ് ഒരു ദർശനത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനിലൂടെ ശരിക്കും നേരിട്ട് സംസാരിച്ച ഒരു അനുഭവമായിരുന്നു. അതെ. പിന്നെ മാത്രമല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരണമെങ്കിൽ ഒരു 2 ഫർലാങ്ങോളം ദൂരം, ചപ്പനപ്പുറം ചന്തയിലാണ് ഹോട്ടൽ. ഞങ്ങളുടെ പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്താണ്. നടന്നു വരുമ്പോൾ ചില സമയങ്ങളിലൊക്കെ എനിക്ക് ഒരു നാട പോലെ എന്തോ ഒരു സാധനം എന്നെ വലയുന്ന പോലെ എനിക്ക് തോന്നി. പിന്നീടാണ് ഞാൻ എസെക്കിയേലിൻ്റെ പുസ്തകം വായിച്ചപ്പോഴേ കർത്താവ് സ്നേഹത്തിൻ്റെ പാശം നീട്ടി നിന്നെ നടത്തി എന്നുള്ളത്. അത് എനിക്കറിയത്തില്ല, ആ വചനമൊന്നും അറിയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു നടപ്പ് ഇത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാഴ്ചപ്പാട് മാറാനിടയെന്ന് പറഞ്ഞാൽ വേറെ സംഭവം ഉണ്ടായി. അന്ന് മുതൽ ഞാൻ എല്ലാത്തിനും പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ തുടങ്ങി. എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഇടയ്ക്കും ചോദിക്കട്ടെ, ആ മുതലാളിയുടെ ആ തൊണ്ടുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയം അതെങ്ങനെ പരിഹരിക്കപ്പെട്ടു? അത് പരിഹരിക്കാനൊന്നും ചെയ്തില്ല ഞാൻ.
അത് പിന്നീട് അദ്ദേഹം തന്നെ മനസ്സിലാക്കിയത് തെറ്റായിപ്പോയെന്ന് മനസ്സിലാക്കിയെന്നുള്ളത് ഞാൻ അത് ഇടപെടത്തില്ല. ഇടപെടാത്തതിൻ്റെ കാര്യം അതിൽ നിന്ന് എന്നെയല്ല കർത്താവ് പ്രതീക്ഷിക്കുന്നത്, അതിന് വേറെ കർത്താവ് ചെയ്യിച്ചോളും. നമ്മൾ ഇടപെട്ടിട്ടില്ല അതിനകത്ത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയും, അദ്ദേഹം പിന്നീട് ഞങ്ങളുടെ വിൻസെൻ്റ് പോളിലൊക്കെ വന്ന് മെമ്പറായിട്ട് ചേരുകയും പിന്നീട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ അതെനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ നേരിട്ട് അപ്പം റിയാക്ട് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയാണ് സ്വർഗത്തിലേക്ക് അയാളെ ഉയർത്തിയാൽ ദൈവം ഇടപെടും. ദൈവം ഇടപെട്ട് മാറ്റിയാൽ അവന് മാനസാന്തരം ഉണ്ടാകും. നമ്മൾ ഇടപെട്ട ചിലപ്പോൾ അത് വൈരാഗ്യമായിട്ടോ അത് തെറ്റിദ്ധാരണയായിട്ടോ ആശയപ്പൊരുത്തക്കടായിട്ടോ ആശയയുദ്ധമായിട്ടോ ഒക്കെ മാറും. ഇന്ന് പലതും മാറുന്നത് അങ്ങനെയാണ്. ആദ്യം തമ്പുരാനെ കൊണ്ട് ഇടപെടുത്തിയാൽ ചില മാറുന്ന എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊന്നുള്ളത്, പിന്നെ എനിക്ക് ഈ ആറ്റിറ്റ്യൂഡൊക്കെ പോസിറ്റീവായിട്ട് കാണാൻ എന്നെ പഠിപ്പിച്ചു. ഈ സംഭവത്തിന് ശേഷമാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരു ദിവസം ഞങ്ങളുടെ പള്ളിയിൽ ഒരു കൊടിമരം സ്ഥാപിച്ചു. അപ്പോൾ ആ കൊടിമരത്തിൻ്റെ ഉദ്ഘാടനം നടക്കേണ്ടത് ജാനുവരി 1-നാണ്. അപ്പോൾ ഡിസംബറിൽ 25-ആം തീയതി നമുക്ക് 24-ആം തീയതി നല്ല നക്ഷത്രം കയറ്റണമെന്ന് നമ്മുടെ കൂട്ടുകാരെ കൂടെ പറഞ്ഞു. ഞാൻ പറയടാ, ഇത് നമ്മൾ ഉദ്ഘാടനം ചെയ്യാത്ത കൊടിമരത്തെ കൊണ്ട് നക്ഷത്രം കയറ്റാൻ കൊള്ളാവോ? അപ്പോൾ പറഞ്ഞ ഇവന്മാർ പറഞ്ഞു, അതല്ല, ഞങ്ങൾ അച്ഛനോട് ചോദിക്കും. അച്ഛനോട് ചെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയും, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉള്ളല്ലോ അവിടെ, അതിനകത്ത് കയറ്റാൻ കൊള്ളാമോ എന്നൊരു വഴക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ ഇവർ തിരിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് അതൊക്കെ പറയുന്നത് കേട്ടോ, എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. 25-ആം തീയതി 26-ആം തീയതി രാവിലെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ നക്ഷത്രം ഇല്ല വീട്ടിൽ. അപ്പോൾ എൻ്റെ വീടിൻ്റെ വാതിക്കലൊരു നക്ഷത്രം കയറ്റിയാൽ ഞാൻ പള്ളി വരെ 7 വീടുണ്ട്. ആ 7 വീട്ടിൽ ഞാൻ തന്നെ നക്ഷത്രം ഉണ്ടാക്കി അന്ന് പൊതിയാണ്. ഇതുപോലെ റെഡിമെയ്ഡ് നക്ഷത്രം കിട്ടത്തില്ല. പൊതിഞ്ഞ് അവിടെയൊക്കെ തൂക്കി ഞാൻ തന്നെയാണ് നമ്മളൊക്കെ കയറ്റി കൊടുക്കുന്നത്. എനിക്ക് അങ്ങനെ നിർബന്ധമുണ്ട്, അത് പള്ളി വരെയുള്ള അങ്ങനെ ആയിരിക്കണം. അത് അമ്മച്ചി എനിക്ക് തന്നിരിക്കുന്ന ട്രെയിനിങ്ങാണ്. അതൊക്കെ എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവർക്കും ശുശ്രൂഷിക്കണം, പിള്ളേരെയും കൂടെ കൂട്ടി പോയി കൊന്ത ചൊല്ലണം. വൈകുന്നേരം അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ കൊന്തയുടെ സമയത്ത് ഞങ്ങൾ 5-10 പിള്ളേർ ചെല്ലും ജോമാല എത്തിക്കാൻ അച്ഛൻ്റെ കൂടെ. അങ്ങനെയുള്ള വീട്ടുകാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരെന്നോട്, തങ്കച്ചാ നിൻ്റെ നക്ഷത്രം ദേ കൊടിമരത്തെ കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ കമ്പനിയിലെ പണിക്കാരോട് നമുക്ക് പോയി എടുക്കാം, ആഘോഷമായിട്ട് എടുക്കാമെന്ന് പറയും. എല്ലാവരും കൂടെ വരികയാണ്. വന്നപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ലീജൻ ഓഫ് മേരിയിൽ 8-ാം ക്ലാസ്സിൽ വെച്ച് ചേർന്നതാണ്. ഞാൻ പറയടാ, ലീജൻ ഓഫ് മേരി അംഗമായി ഞാൻ പൂർണ്ണമായിട്ടും സഭയ്ക്ക് വിധേയപ്പെട്ടു പോകേണ്ട ആളാണ്. അതുകൊണ്ട് സഭയുടെ വികാരിച്ചിനോട് അനുവാദം വാങ്ങിക്കാതെ സഭയുടെ കൊടിമരത്തെ കിടക്കുന്ന നക്ഷത്രം ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾ പൊക്കോ. ഞാൻ പള്ളി കുർബാനയ്ക്ക് കയറി നിന്നു. അച്ഛൻ പ്രസംഗിക്കാൻ തുടങ്ങി. ഈ നക്ഷത്രം ഇവിടെ കയറ്റുന്ന ആരായാലും അവനെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതാണ്, അതാണ് ഇത്. ഭയങ്കര സെൻറ്റിമെൻറ്റ് അച്ഛൻ സെൻറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുർബാനയെ കൂടെ ഇരിക്കാം. കുർബാന കഴിഞ്ഞപ്പോഴും ഒരു പ്രസംഗം ഇതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ചെന്ന് വെച്ചാൽ ഇത് എൻ്റെ നക്ഷത്രമാണ്, ഞാൻ ആരോ എടുത്തത് കയറ്റിയതാണ്. ഉടനെ അച്ഛൻ മൈക്ക് ഓൺ ചെയ്തിട്ട് അനൗൺസ് ചെയ്ത്, കള്ളനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല, ഞാനൊരു യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ 3 പ്രാവശ്യം ബൈബിൾ വായിച്ചു കഴിഞ്ഞു. ഞാൻ അതിനേക്കാൾ ഉപരിയായി നിയമഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഇതൊന്നും അച്ഛൻ കേൾക്കൊന്നുമില്ല. അച്ഛൻ നക്ഷത്രവും അച്ഛനുമായിട്ടുള്ള കണക്ഷൻ നിൽക്കുക. എന്നെ പിടിച്ച് കോളറെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്ന് വട്ടക്കല്ലേ കൊണ്ടുവന്ന് നിർത്തി. പള്ളിയുടെ അതും ഓപ്പണായിട്ടുള്ള വട്ടക്കല്ല നിർത്തിയപ്പോൾ ആൾക്കാരെല്ലാം വന്നിങ്ങനെ നിൽപ്പുണ്ട്. ഒരു പ്രത്യേകതകൾ അറിയാമോ, എൻ്റെ അമ്മച്ചി എൻ്റെ അപ്പച്ചൻ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർക്കൊക്കെ ഏതായാലും പ്രിയങ്കരനാണ്. ആ ഒരു അവസ്ഥയിലാണ് എന്നെ പിടിച്ചുകൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾ വലിയ വീട്ടു കുടുംബക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ആ എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിരിക്കുക. ആദ്യം പറഞ്ഞത് കഴിക്കാൻ പറഞ്ഞു. കഴിച്ചപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ 7 വർഷമായിട്ട് ചെമ്പ് കമ്പിയിട്ട് കെട്ടിവെച്ചിരിക്കുന്നതാണ്, അത് ചവിട്ടി അത് നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ചവിട്ടണമെന്ന് പറഞ്ഞു. പാട്ടുകാരൻ ചവിട്ടി കത്തിച്ചത്. അപ്പോൾ അതിലെ നോക്കി നിന്നുകൊണ്ട് അതൊരു വലിയ ഹൃദയവേദന ഉളവാക്കിയ കാര്യമല്ല. അത് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് അന്ന് എൻ്റെ അതിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് പിന്നീട് പറയാം. എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്, നിങ്ങളുടെ നീതി നിയമജരുടെയും പരിസരയുടെ അതിലംഘിക്കുന്നില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്ത് പ്രവേശിക്കില്ല. ഞാൻ അന്ന് വായിച്ച പുസ്തകങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയത്, ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചത് അന്നത്തെ പൗരോഹിത്യ നേതൃത്വവും അന്നത്തെ രാഷ്ട്രീയ നേതൃത്വമാണ്. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായത് എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഇതിനെ അതിശയിക്കുന്ന ഒരു നീതി ഞാൻ കാണിക്കണം, അതാണ് കർത്താവ് സാധിച്ചത്. അതുകൊണ്ടാണ് കർത്താവിന് ക്രൂശ് കിട്ടിയത്. എനിക്കും അതുപോലെ കിട്ടാൻ ഞാൻ യോഗ്യനാകണ്ടേ, കർത്താവിൻ്റെ കൂടെ ഉയർത്തെണീക്കണ്ടേ. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. പക്ഷേ എൻ്റെ 2 കൂട്ടുകാരുണ്ടായിരുന്നു, അവന്മാർ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ് ഞങ്ങൾ. അവന്മാർ 2 കൂടെ പറഞ്ഞു, ഞങ്ങൾ ഇനി പള്ളിയിലൊന്നും വരുന്നില്ലടാ, നിർത്തി ഈ പരിപാടി എന്ന് പറഞ്ഞു. ഞാൻ പറയാം, അങ്ങനെയല്ലടാ, ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണെന്ന് പറയാമെന്ന് ചോദിച്ചു. അന്ന് നമുക്ക് ഈ ബൈബിളിൽ എവിടെ കിടക്കുന്ന നമുക്ക് പറയാൻ അറിയത്തില്ല, ഈ വചനമേ അറിയത്തുള്ളൂ, എവിടെയാണെന്ന് അറിയത്തില്ല. അവസാനം ഞാൻ വീട്ടിൽ പോയിരുന്നു, മറിച്ച് നോക്കി. മത്തായിയുടെ സുവിശേഷം നോക്കി, കാണുന്നില്ല. ലൂക്ക നോക്കിയില്ല. 4 സുവിശേഷം നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെയും മറിച്ച് നോക്കി. ഒരു രാത്രി 1:30 മണിയായപ്പോൾ ഞാൻ കണ്ടു മത്തായി 5:20 കാണുന്നത്. ഞാൻ വിളിച്ചു, ഇടാ കിട്ടിയിട്ടുണ്ട്, മത്തായി 5:20 നിങ്ങളുടെ നീതി നിയമജരുടെയും പരിസ്ഥിതിയുടെ അത് ലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്ത് പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഇവരുടെയൊക്കെ അതിശയിക്കുന്നൊരു നീതി നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. മനുഷ്യനെ കണ്ടുകൊണ്ട് അവനെ ശരിയായി തൻ്റെ ധാരണകൾ വെച്ചുകൊണ്ട് മുൻവിധിയോടെ കണ്ട് അവനെ വേദനിപ്പിക്കാത്ത ഒരു വ്യക്തിത്വം നമുക്കുണ്ടാകണം. എനിക്കൊന്നും പറയാൻ പറ്റും. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കിയാൽ ഞാൻ പല മേഖലകളിൽ കടന്നു വന്ന ആളാണ്. തീപ്പെട്ടി കമ്പനിയിലൊക്കെ വന്നിട്ടുള്ള ജോലി ചെയ്തിട്ടുള്ള കാലത്ത് അവിടെയുള്ള പെൺകുട്ടികൾ പല രീതിയിലുള്ള തെറ്റ് ചെയ്യുമ്പോഴും ഞാൻ ആ കുഞ്ഞുങ്ങളെ അവിടെ കാണുന്നത് ഈ പരിസരം നിയമജനം കണ്ട പോലെ അവരെ കുറ്റക്കാരായിട്ടല്ല, ഈശോ എല്ലാം മറന്ന് സ്നേഹിച്ചവനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കാടിൻ്റെ വാൻത്തവൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എന്നെ ഒത്തിരി ടച്ച് ചെയ്തു. കാരണം 2000 ആണ്ടിൽ മാർപ്പാപ്പയെ ധ്യാനിപ്പിച്ച കൂരിയായി ധ്യാനിപ്പിച്ച ആളാണ്. അതിനകത്ത് കർത്താവിൻ്റെ മറവിയെക്കുറിച്ച് പറയുന്നുണ്ട്.
അന്ന് എനിക്കത് അറിയത്തില്ലായിരുന്നു നന്നായിട്ട്. പക്ഷേ ഞാൻ പിന്നീട് എനിക്കെല്ലാ കാര്യങ്ങളും അങ്ങനെ കേട്ടോ. പിന്നീട് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ കണ്ടു കർത്താവ് നല്ല കളന കർത്താവ് ഇങ്ങനെ പർദീസായിരിക്കും എന്നെ കൂടെ ഓർക്കണമേ. അന്ന് വരെ അവൻ എങ്ങനെ ജീവിച്ചെന്ന് പിന്നെ കർത്താവ് അവനോട് ചോദിച്ചില്ല. ഞാനും ബ്രദറുമാണെങ്കിൽ ചോദിക്കത്തില്ലേ? നമ്മളാണെങ്കിൽ ചോദിക്കൂടാവേ നീ കുറഞ്ഞതൊരു 30 വർഷമെങ്കിലും പോയി ശുദ്ധീകര സ്ഥലത്തിൽ കിടന്നിട്ട് പോകാം, കാരണം ഇന്ന് വരെ കള്ളനായിട്ട് ജീവിച്ചു, ഞാൻ ഇതുവരെ ഒരു പാവം ചെയ്യാത്തവൻ എന്ന് പറഞ്ഞു തരാം. പക്ഷേ അത് പറഞ്ഞില്ല. ഇതുപോലെ ബൈബിളിലേക്ക് ഒത്തിരി സംഭവങ്ങളുണ്ട്. പാവനിയായവൻ്റെ കല്ലെറിയാൻ വന്നു, അവളോടും പറഞ്ഞു മകളെ നിന്നെ അവരാരും വിധിച്ചില്ലേ, ഞാനും വിധിക്കുന്നില്ല, മേലെ പാവം ചെയ്യരുത്, പൊക്കോ. കർത്താവ് മറന്നു കളഞ്ഞു പറഞ്ഞത് തന്നെ. ഇടയ്ക്ക് ഒരു കാര്യം, ഈ ചെറുപ്പത്തിൽ ഒരു വൈദികനാകാൻ ചേരാൻ പോയ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അത് പറയാൻ ഞാൻ പറയും, അതിന് പിന്നെ ഒരു പശ്ചാത്തലം ഉണ്ടെന്ന് പറഞ്ഞ സംഭവം അതാ. ആ പശ്ചാത്തലം പിന്നീട് പറയാമെന്ന് പറഞ്ഞത് അതാ. അതായത് ഞാൻ 10ാം ക്ലാസ് പഠിച്ചത് ജെസ്യൂട്ട് അച്ഛന്മാരുടെ സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ. അപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവരുടെ മൈനർ സെമിനാരിയിൽ എനിക്ക് അവർ പ്രവേശനം തന്നു. എന്ന് പറഞ്ഞാൽ പ്രവേശനമല്ല, അവിടെ കയറാനുള്ള ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പള്ളിയിൽ അവിടെ ഞങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും കുർബാനയുണ്ട്. ആ കുർബാനയിൽ ഞാനാണ് സാധാരണഗതി മുമ്പിൽ നിൽക്കുന്നതും ഓൾട്ടർ ബോയിട്ടാകുന്നത്. അച്ഛന്മാർക്ക് എൻ്റെ രീതികളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്കൊരു ഫ്രീഡം തന്നു. ഞാൻ അവിടെയൊക്കെ പോയി അവരുടെ ഡൈനിങ് ഹാളിൽ കയറാം, അവരുടെ റീഡിങ് റൂമിൽ കയറാം, എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അച്ഛന്മാരോട് പറയും എനിക്കൊരു അച്ഛനാകണം എന്ന് പറയുമ്പോൾ അത് പറയും ശരിയാണ്, നീ ഒരു ജെസ്യൂട്ട് അച്ഛനാകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ അച്ഛന്മാരുടെ രീതികളും ഇഷ്ടമാണ്. നല്ല സ്നേഹമുള്ള അച്ഛന്മാരായിരുന്നു MC ജോസഫച്ചനെ പോലുള്ള അച്ഛന്മാർ. അങ്ങനെ 10ാം ക്ലാസ്സിൽ എന്തായാലും ഇന്ന് ഞാൻ അച്ഛനാകും, മൈനർ സെമിനാരിക്കാരെ പോലെ ആകുമെന്നുള്ളൊരു ധാരണയിലാണ് എൻ്റെ ഇരിപ്പ്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഇംഗ്ലീഷിന് 3 മാർക്കിന് തോറ്റ്. എനിക്ക് 484 മാർക്ക് വാങ്ങിച്ച്, അല്ല അതിന് 484 മാർക്ക് വാങ്ങിച്ച് ഇംഗ്ലീഷിന് തോറ്റ്, സെക്കൻഡ് പേപ്പറിന് 3 മാർക്കിന്. അപ്പോൾ എനിക്കറിയാം ജെസ്യൂട്ട് അച്ഛന്മാരാണെങ്കിൽ അന്ന് അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്, എടാ എല്ലാ വിഷയത്തിനും ജയിച്ചില്ലെങ്കിൽ ഇവിടെ എടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എല്ലാ വിഷയത്തിനും ജയിക്കാൻ വേണ്ടി വീണ്ടും പോയി ഇതെല്ലാം കൂടെ എഴുതി പാസ്സായി ഇൻ്റർവ്യൂവിന് വന്നപ്പോഴേ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച അച്ഛനാണ് അവിടെ ഇൻ്റർവ്യൂ ഇരിക്കുന്നത്. എന്നെ കണ്ടത് അദ്ദേഹം നീട്ടി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എടാ മകനെ നീ അച്ഛനാകും, ഇവിടെ ജെസ്യൂട്ട് അച്ഛനാകും വന്നിരിക്കാനോടാ, നിനക്കറിയാലോ നിനക്കൊരു ഇംഗ്ലീഷിൽ ഒരു പാരഗ്രാഫ് വായിച്ചു തീർക്കാൻ പോലും കഴിവില്ലാത്ത നീ ഈ 15 വർഷം എങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കും മോനെ? അതുകൊണ്ട് മോന് വേറെ വല്ല കോൺഗ്രിഗേഷനിൽ നോക്ക്, അതായിരിക്കും നല്ലത്. ജെസ്യൂട്ട്സിൻ്റെ രീതി അങ്ങനെയാണ് അന്നത്തെ, ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല, അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ വിഷമത്തോടുകൂടി അവിടെ നിന്ന് എണീറ്റ് പുറകോട്ട് തിരിഞ്ഞപ്പോൾ ഈ എന്താണ് വീഴാൻ പോകാനായിട്ടൊരു തള്ളു പോലെ അച്ഛൻ്റെ വായിന്നൊരു വാക്ക് വന്ന് തമാശ പറഞ്ഞാണ് അച്ഛൻ പറഞ്ഞടാ മോനെ ഇത് മണ്ടന്മാരുടെ കോൺഗ്രിഗേഷൻ അല്ലെന്ന് പറയും. അപ്പോൾ ഞാൻ ഉടനെ അവിടെ നിന്ന് ഓർത്ത്, കർത്താവേ ഫസ്റ്റ് റാങ്ക് കിട്ടിയ അന്ന് 509 ഫസ്റ്റ് റാങ്കുകാരന്. മാത്തമാറ്റിക്സിന് ഫസ്റ്റ് റാങ്കുകാരനേക്കാൾ 3 മാർക്ക് എനിക്ക് കുറവുള്ളത്, സയൻസിന് 5 മാർക്ക് മറ്റേ കുറവുള്ളത്. അങ്ങനെ ഓരോ വിഷയത്തിനും അങ്ങനെയുണ്ട്. ഇംഗ്ലീഷ് മാത്രം ഞാൻ പഠിക്കുന്നില്ല, എനിക്ക് ലാംഗ്വേജ് ഭയങ്കര പ്രശ്നമായിരുന്നു, ഇംഗ്ലീഷും ഹിന്ദിയും. അതുകൊണ്ട് ഞാൻ മണ്ടനാണോ? അതുകൊണ്ട് എന്തായാലും ശരി ഒരു അച്ഛനായിട്ട് തന്നെ എനിക്ക് അന്ന് തീരുമാനിച്ചത് അതാണ്. എന്തായാലും ശരി ജെസ്യൂട്ട്സിനെ അതിശയിക്കുന്ന രീതി, അതായത് ഞങ്ങളുടെ ഒരു അവിടെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിരുന്നൊരു അച്ഛൻ അവിടെ മുനിസിപ്പൽ ഇലക്ഷനിൽ നിന്ന് തോറ്റായിരുന്നു. അപ്പോൾ അവർ സാമൂഹ്യ സേവനം എനിക്കിഷ്ടമാണ്, അവരുടെ സാമൂഹ്യ ആറ്റിറ്റ്യൂഡ് എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു, അതുപോലെ സാമൂഹ്യമായിട്ട് ബോധ്യമുള്ളവനും നല്ലൊരു സ്പിരിച്വൽ മച്യൂരിറ്റി ഉള്ളവനുമായ ഒരു അച്ഛനാണ് എനിക്ക്. എന്തായാലും ഞാൻ ഈ ഇരിക്കുന്ന അച്ഛനേക്കാളും അതിശയിക്കുന്ന ഒരച്ഛനായി മാറണമെന്ന് പറഞ്ഞു. എനിക്കത് തോന്നുന്നു, കാരണം എനിക്ക് അതിനോട് ഒത്തിരി അച്ഛന്മാരുടെ സ്നേഹം കിട്ടിയിട്ടുള്ളതുകൊണ്ട് അതൊക്കെ എനിക്ക് അതിനകത്ത് അങ്ങ് ഇമ്മേഴ്സ് ചെയ്ത് പോയി. അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ വീട്ടിൽ വന്ന് രൂപതയിൽ അച്ഛനാകാൻ ചെന്നപ്പോൾ എൻ്റെ അപ്പച്ചനുമായിട്ട് വേറൊരു കാര്യത്തിന് പിണങ്ങിയ ഒരു അച്ഛനാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ വറിച്ചൻ്റെ മോനല്ലേ? അതെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് വരെ എനിക്ക് അവിടെ നിന്നൊരു മറുപടിയും കിട്ടിയിട്ടില്ല, റിജക്ഷൻ ഉണ്ടായി. അപ്പോഴും എനിക്ക് പിന്നെയും ഒരു അച്ഛനാകണം, സമർപ്പണമാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ എനിക്ക് സന്യാസ സ്പിരിച്വാലിറ്റിയാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല അന്ന്. എനിക്കിങ്ങനെ ഈ മറ്റു MCBSകാരുണ്ടെന്നോ OCD ഉണ്ടെന്നോ എനിക്കറിയത്തില്ല വലുതായിട്ട് അന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞങ്ങളുടെ അടുത്ത അയൽവാസിയാണ് വടക്കേൽ പിതാവ്, അദ്ദേഹം മിഷനിൽ നിന്ന് വന്നു. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പിതാവ് ഞാനിങ്ങനെ അവിടെ ചെന്ന് അവരുടെ അടുത്തില്ല, ഇവിടെ എടുത്തില്ല, എനിക്ക് അച്ഛനാകണം പിതാവ്, എനിക്ക് ഭയങ്കര ആഗ്രഹമെന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞു, ഇടാ മോനെ ഇത്രയും ദാഹമുള്ള ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, നിന്നെ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷത്തോടെ ഞാൻ എല്ലാ ദിവസവും ഇവിടുന്ന് കുർബാനയും കഴിഞ്ഞ് അച്ഛൻ സീറോമലബാർ സഭയിൽ അവിടുത്തെ കുർബാനയും കഴിഞ്ഞ് അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ വീട്ടിൽ ഞാനുണ്ടാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കാൻ ഞാൻ മിഷനിൽ അച്ഛൻ്റെ സഹായിയായി കഴിഞ്ഞ പോലെയാണ് എൻ്റെ പോക്ക്. അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് ഞാനിങ്ങനെ ഈ വിശ്വസഭ വൈദികനാണ്, അല്ല മിഷന് പോകാൻ പോകണമെന്ന്. അപ്പച്ചനും അമ്മച്ചിയും സമ്മതിക്കത്തില്ല. മോനെ ശരി മോനെ അത് പറ്റത്തില്ലടാ, കാര്യം ഇവിടെയാണ് കുഴപ്പമില്ല, നിനക്ക് ഇവിടുത്തെ പിള്ളേരൊക്കെ ഞങ്ങളൊക്കെ മരിച്ചു പോയാൽ ഈ കൊച്ചുങ്ങളെ നോക്കാൻ ഒരാളുണ്ടാകൂടാ, നീ മൂത്തവനല്ലേ,
നീയും കൂടെ ഇല്ലാതെ വന്ന് നമ്മുടെ കുടുംബക്കാരും ഇപ്പോൾ നമ്മളെ നോക്കത്തില്ല. അതിൻ്റെ കാരണം എൻ്റെ അപ്പച്ചനത്തിന് വെള്ളമൊക്കെ അടിക്കുമായിരുന്നു. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ നടന്നാൽ ചിലപ്പോൾ വഴിയിലൊക്കെ കിടക്കുന്ന ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അപ്പച്ചനായിരിക്കും. അതുകൊണ്ട് അവർ കഴിയുന്നത്ര ഞങ്ങളെ പ്രധാന വീടുകളിലൊന്നും ഇൻവോൾവ് ആക്കിയല്ല. സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ട്. ഇങ്ങനെ ഇപ്പോൾ അതുകൊണ്ടാണ് അമ്മച്ചി ഉദ്ദേശിച്ചത് എൻ്റെ നീ ഈ വീടിൻ്റെ വിളക്കായിട്ട് വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നീ നിനക്ക് വൈദികനാണ്, നിനക്കാകാം, നീ ഇവിടെ എവിടെയെങ്കിലും പോയി ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഏതായാലും ഞാൻ ചെന്ന് പിറ്റേ ദിവസം അച്ഛൻ ചെന്നപ്പോൾ കർദിനാൾ നമ്മുടെ മോൺസിഞ്ഞോർ, അന്ന് മോൺസിഞ്ഞോറാണ് അദ്ദേഹം കാപ്പ് കുടിക്കുന്നതിനിടയിൽ എന്നോട് പറഞ്ഞു, തങ്കച്ചാ നിനക്ക് വലിയ വലിപ്പമൊന്നും ഇല്ലല്ലോ അവിടെ പോയി, നീ മെഷീന് വന്നാൽ അവിടെയൊക്കെ വണ്ടിയൊക്കെ ഓടിച്ചു പോകണമെങ്കിൽ ഒരു വണ്ടിയൊക്കെ എടുക്കാനുള്ള ആരോഗ്യം വേണ്ടേ, അതുകൊണ്ട് ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞ് നമുക്ക് വന്നാൽ മതി, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുപോകും. അപ്പം ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇവിടെ വന്നാൽ ഇവർ ക്ലാസ്മേറ്റ്സാണ്, അമ്മച്ചി ഇവിടെ വന്നായിരുന്നു? വന്നായിരുന്നു, എനിക്ക് മനസ്സിലായി. അങ്ങനെ വീട്ടിൽ വന്ന് മൂന്നാമത്തെ പ്രതീക്ഷയും പോയി. അതോടുകൂടി സ്കൂളിൽ എനിക്ക് കോളേജിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹമില്ല, പിന്നെ പഠിക്കണമെന്നൊരു ആഗ്രഹമില്ല. എങ്ങനെയായാലും ഒരു നല്ല പ്രേക്ഷിതനായിട്ട് ജീവിക്കണം, ലീജൻ ഓഫ് മേരിയുടെ, വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെയൊക്കെ ആ നിയമം അനുസരിച്ച് ജീവിക്കുക, ഒരു അൽമേനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് 6 മാസത്തോളം കരഞ്ഞു പിഴിഞ്ഞൊക്കെ നടന്ന് കർത്താവിനോട് വന്ന് കരയും, വീട്ടിൽ വന്ന് അമ്മച്ചിയോട് പറയും, അങ്ങനെയൊക്കെ ആയി. അമ്മച്ചിക്കും വിഷമമുണ്ട്. 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രേരണ, എന്തിന് ഞാൻ ഇങ്ങനെയൊക്കെ പോകണം, എനിക്ക് ഇവിടെ നിന്നാലും ആകാമല്ലോ, ഒരു ഏകസ്ഥനായി എൻ്റെ ജീവിതത്തെ മുഴുവനായി സഭയ്ക്കായി അറിഞ്ഞു കൊടുക്കുക. അങ്ങനെ ഞാനൊരു സിംഗിൾ ലൈഫ് എന്നുള്ളത് അന്ന് എൻ്റെ ഉള്ളിൽ കിട്ടിയ ഒരു ആശയമാണ്. ഈ സഭയോട് ഇത്രമാത്രം സ്നേഹം കാരണം അത് ലീജൻ ഓഫ് മേരിയുടെ സ്പിരിച്വാലിറ്റിയാണ്. ഞാൻ പറയും 72 സ്വന്തമായിട്ട് നിയമഗ്രന്ഥം വാങ്ങിച്ച പാർട്ടിയാണ് ഞാൻ. എന്തിനാന്ന് പറയും, ഇതെന്താണെന്ന് അറിയണം. ഞാനൊരു സംഘടന പ്രവർത്തനം, ഫ്രാൻസിസ്കൻ ആദർശം പറയുന്നത് അതാ, നീ എന്താണെങ്കിലും അത് എന്താണെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇതുണ്ടാകണം. അപ്പം ഈ ലീജൻ ഓഫ് മേരി അങ്ങ് വന്നതിനെ ലീജൻ ഓഫ് മേരി അങ്ങ് ആരായിരിക്കണം? അതിൻ്റെ ഉദ്ദേശവാക്യം ഇതാ പറയുന്നത്, ലോകത്തിനും അതിൻ്റെ നശീകരണ ശക്തികൾക്കും എതിരായി തിരുസഭ നടത്തുന്ന സമരത്തിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്യാൻ സ്വയം സമർപ്പിതനായ ഒരു അൽമേയൻ, അതാണ് എൻ്റെ ഏകസ്ഥ ജീവിതത്തിൻ്റെ ആപ്തവാക്യം. അപ്പം ലോകത്തോട് യുദ്ധം ചെയ്യുന്ന സഭ, നശീകരണ ശക്തികളോട് യുദ്ധം ചെയ്യുന്ന സഭ, സഭയുടെ പടയാളി, അത് അന്നേ എടുത്ത തീരുമാനം, സഭയുടെ പടയാളിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് സഭ എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. എനിക്ക് പല നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയും, ഇപ്പം അച്ഛനിൽ നിന്ന് അനുഭവം ഉണ്ടായി. അപ്പോഴും ഞാൻ കാണുന്നത് സഭ ഇതുപോലെയും അതേപോലെ തന്നെ വിശുദ്ധരായ ധാരാളം ജോൺ വിയാനയെ പോലുള്ള അച്ഛന്മാരും ഉണ്ട്. അപ്പം സഭ ഇതെല്ലാം കൂടെ ചേർന്ന, അപ്പം അതുകൊണ്ട് എനിക്ക് ആ സഭയോട് ഭയങ്കരമായൊരു കൂറ്. തന്നെയല്ല, സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നില്ല ഞാൻ. എനിക്ക് വേറെ സന്യാസ സഭയോ, ഇപ്പോൾ ജസ്യൂട്ട് അച്ഛനാണ്, അദ്ദേഹത്തിന് ജസ്യൂട്ട്സിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഞാൻ സഭ ചെയ്യുന്ന സമരത്തിലാണ്. അപ്പം എനിക്ക് ജസ്യൂട്ടും വേണം, OCDയും വേണം, കാപ്പിച്ചനും വേണം, എല്ലാം വേണം, എല്ലാം ഉൾക്കൊണ്ട സഭയാണ് എൻ്റെ സഭ. ഇപ്പോഴും അത് തന്നെയാണ്. എനിക്കിപ്പോഴും ഉള്ളൊരു സന്തോഷം അതാണ്. അപ്പോൾ അതാണ് ഈ സഭയുടെ ഇത്രയും കൂറ് വരാൻ കാര്യം. രണ്ടാമത് അമ്മച്ചി അതിന് എനിക്ക് ഒരു ഓറിയൻറ്റേഷൻ തന്നു. എപ്പോഴും പള്ളിയിൽ പോയി അച്ഛനോട് കൂടി കൊണ്ടെത്തിച്ചിട്ട് വേണം വൈകിട്ട് വന്ന് വീട്ടിൽ വന്ന് കുറിച്ച് കൊണ്ടെത്തിക്കാൻ. ഹൈസ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലായ. അപ്പം ആ ഒരു ശീലം ആൾക്കാരിൽ നിന്നല്ല. പിന്നെ ഒരു അച്ഛൻ ഇടവകയിൽ വന്ന്, ആ അച്ഛൻ എന്നെ ഒത്തിരി സ്വാധീനിച്ചു. അച്ഛൻ, ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് വീട് വിജയിക്കാൻ പോകുമ്പോൾ അച്ഛൻ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. കപ്പേരും ഞാനും അച്ഛനുമാണ് പോകുന്നത്. പോകുമ്പോഴേ ഞങ്ങളുടെ തന്നെ വലിയ വീട്ടുകാരൊക്കെ ഉണ്ട് അവിടെ. പണക്കാരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ അച്ഛന് കൊക്കക്കോളയും കൊടുക്കും, ഞങ്ങൾക്ക് 2 പേർക്കും സോഡ തരും. പറഞ്ഞാൽ അച്ഛൻ എന്ത് ചെയ്യുന്നറിയാവാ, ആ കൊക്കക്കോള നിലത്തൊഴിക്കും, ഒഴിച്ച് കളയിച്ചും പറയും അവർക്ക് കൊടുത്ത് തന്നാൽ മതി, ഞാൻ അവരുടെ കൂടെ വന്നതാണ്, ഞങ്ങളെല്ലാവരും ഒരേ വിശ്വാസികളാണ്, അവരുടെ രക്തവും എൻ്റെ രക്തമൊക്കെ ഒന്നാ. ഇത് ഈ അച്ഛൻ പറഞ്ഞ് അങ്ങനെ ഒരുപാട് പോസിറ്റീവ് സ്ട്രോക്ക് അച്ഛൻ തരാൻ തുടങ്ങി. ചില വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛന് കരിക്കുമ്പളം കൊടുക്കും. അപ്പം ഞങ്ങൾക്ക് കരിക്ക് ചിരണ്ടി തരും തിന്നാൻ. അച്ഛൻ പറയും അവിടെ കാരണം കഴിക്കണ്ടെന്ന്. ഞാൻ അവിടെ പോയിട്ട് നമുക്ക് പള്ളിയിൽ നിന്ന് കരിക്കിട്ട് നമുക്ക് കുടിക്കുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം, ബാന്ന് പറയും പോരും. ആ ഒരു അച്ഛൻ്റെ ശൈലി. പിന്നെ അന്ന് ഞങ്ങളുടെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് അവിടെ വലിയ ബണ്ടിലുകൾ കണക്കിന് ഡ്രസ്സ് വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നോട് പറയാം, സോർട്ട് ചെയ്യാൻ പറയാം, പറ്റിയ ആൾക്കാരുടെ പ്രായം അനുസരിച്ചൊക്കെ ഞാൻ കുറേയൊക്കെ സോർട്ട് ചെയ്തൊക്കെ വെക്കും. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരെണ്ണം പോലും എടുത്തിട്ടില്ല അതിന് എത്തിച്ച്. അപ്പോൾ അതേസമയം അതൊക്കെ അച്ഛൻ അറിയാതെ പോലും ആ പള്ളിയിലെ ഇടവക്കാർ വലിയ വലിയ ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അവിടെ. അച്ഛൻ ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. അച്ഛൻ അത് എന്നോട് പറയടാ, നീ എന്താണ് നിനക്ക് വേണ്ടത്, നിനക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇല്ല, നീ എന്താ എടുക്കാത്തത്? അച്ഛൻ എന്നെ അത് ഏൽപ്പിച്ചപ്പോൾ ഞാനത് ചെയ്യണം, പിന്നെ എടുക്കാൻ പറ്റിയല്ല. അത് അച്ഛന് ഭയങ്കര സന്തോഷമായിട്ട് എന്നെ കൊണ്ടുപോയി ഷീമാട്ടി കൊണ്ടുപോയി ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ പണക്കാരിടുന്ന സൈസ് എനിക്ക് കീറിയ ഷർട്ടൊക്കെ ഞാനായിട്ട് നടക്കുന്നത്, അതൊക്കെ മാറ്റി നല്ല ഡ്രസ്സൊക്കെ മാറ്റി തന്നു. ഈ അച്ഛൻ്റെ സ്നേഹം എന്നെ കുറേയധികം സഭയെ സ്നേഹിക്കാൻ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ ലീജൻ ഓഫ് മേരി ചേർത്തത്. ലീജൻ ഓഫ് മേരി നല്ലൊരു സൈനികനാകണം സഭയുടെ എന്നൊക്കെ പറഞ്ഞു തന്ന അദ്ദേഹം. അതൊരു പശ്ചാത്തലമുണ്ട്. ഈ ആലപ്പുഴക്കാരൻ തങ്കച്ചൻ എങ്ങനെയാണ് ഇടുക്കി തങ്കച്ചൻ എന്ന ആ ഒരു വ്യക്തിത്വത്തിലേക്ക് വളരാനുണ്ടായ സാഹചര്യങ്ങൾ എന്താണ്, അതിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇത് വളരെ ആകാംക്ഷയോടെ കേൾക്കാൻ നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. നമുക്കിപ്പോ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആലപ്പുഴക്കാരൻ തങ്കച്ചൻ എങ്ങനെ ഇടുക്കി തങ്കച്ചനായി എന്നുള്ള ആ സംഭവബഹുലമായ കഥ നമുക്ക് അടുത്ത ആഴ്ചയിൽ കേൾക്കാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം.
കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.